എൻ്റെ പേര് സുനിത. ഗവൺമെൻറ് UPS പൊഴിയൂർ സ്കൂളിലെ ടീച്ചറാണ്. എൻ്റെ സ്ഥലവും ഇവിടെ തന്നെയാണ്, പൊഴിയൂർ തന്നെയാണ്. സ്കൂളിന് കുറച്ചപ്പുറത്തായിട്ടാണ് എൻ്റെ വീട്. കൂടുതൽ നമ്മുടെ സ്കൂളിൽ വരുന്നത് മത്സ്യമേഖലയിൽ നിന്നുള്ള കുട്ടികളാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുമാണ് വരുന്നത്. മീൻപിടുത്തമാണ് പാരൻസിൻ്റെ പൊതുവായിട്ടുള്ള ഇത്. പിന്നെ അമ്മമാർ മറ്റ് തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോകുന്ന അമ്മമാരുണ്ട്. പിന്നെ കുട്ടികളുടെ സ്കൂളിൽ വരുമ്പോൾ അവർ കാണിക്കുന്നത് അവരുടെ ഭാഷ, പ്രാദേശിക ഭാഷ കൂടുതലായിട്ട് അവരുടെ സംസാരങ്ങൾ, അത് അധ്യാപകരോടല്ല, നമ്മളോട് സംസാരിക്കുമ്പോൾ കുറച്ചവർ നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്, മലയാളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ കുട്ടികൾ തമ്മിൽ പരസ്പരം നമ്മളില്ലാതിരിക്കുന്ന സമയങ്ങളിൽ കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തികച്ചും അവരുടെ ശരിക്കും പ്രാദേശിക ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവര് നമ്മൾ പൊഴിയൂർ എന്ന് പറയുമ്പം തമിഴ്നാടിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ തമിഴ് കൂടുതലായിട്ട് അവരുടെ ഭാഷകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രാദേശിക ഭാഷ അവർ പറയുക മാത്രമല്ല, അവിടെ നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തന്നെ ആ ഭാഷയാണ് അവർ എഴുതി ചേർക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷ മിക്കവാറും അവരുടെ അനുഭവങ്ങളായിരിക്കും നമ്മൾ അവരുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അവരുടെ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അവർ ചെയ്യുന്നത്, അവരെങ്ങനെയാണോ അവർക്ക് തോന്നുന്നത്, അവർ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന അതൊക്കെ ആയിരിക്കുമല്ലോ ചോദ്യം വരുന്നത് തന്നെ. നിങ്ങൾ അവിടെ പോയപ്പോൾ എന്തായിരിക്കും കാണാൻ, നിങ്ങളൊരു പാർക്കിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പോയപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറയുമ്പോൾ അവൻ കൂടുതലും ആ ഭാഷ, അവൻ്റെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ പ്രധാനമായിട്ട് അവർ കാണുന്ന പോസിറ്റീവായിട്ടുള്ളത് കളികളോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ കളികളോട്, പിന്നെ ഫുട്ബോളാണ് അവരുടെ ഹരം. കളി ഏറ്റവും അവർക്കൊരു പീരീഡ് ഫ്രീ, അവരുടെ PT പീരീഡ് എന്ന് പറയുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പീരീഡും. അവർ കളികൾ കളിക്കാനും കളികളിൽ പങ്കെടുക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും കളികളുമായിട്ടുള്ള ഫുട്ബോൾ, അതാണ് അവരുടെ ഏറ്റവും പ്രധാനം. പിന്നെ ഓട്ടം ചാട്ടം എല്ലാത്തിനും അവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജിനെക്കാളും അവർക്ക് കണക്ക് കുറച്ച് മനക്കണക്കായിട്ടൊക്കെ അവർ പറയാൻ സാധിക്കുന്നുണ്ട്. മനക്കണക്കുകളൊക്കെ കൂടുതൽ കുട്ടികളും ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനേക്കാളും അവർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഗണിതത്തിൽ. അവർക്ക് എനിക്ക് തോന്നുന്ന മത്സ്യമേഖലയില് പാരൻസിന് മത്സ്യം കൊണ്ട് വിൽക്കാനും വിൽക്കുമ്പോൾ അവർക്ക് ഏകദേശം ഇത്ര രൂപ കിട്ടുമെന്നൊക്കെ അറിയായിരിക്കുമല്ലോ, ഇത്ര ഒരു കുട്ടയ്ക്ക് ഇത്ര. അപ്പൊ അവര് തന്നെ എനിക്ക് തോന്നുന്നു മനക്കണക്കായിട്ടൊക്കെ അവർക്ക് പാരൻസിന് അറിയാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് കിട്ടിയതായിരിക്കാം ഇവർക്ക് ആ കണക്കിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ്, വിളിച്ചു പറയാനായിട്ട് അല്ലെങ്കിൽ മനക്കണക്കായിട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടത് ആ ഒരു ഇതിൽ അവര് താല്പര്യമാണ്. പിന്നെ ചെറിയൊരു വിവാഹം ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് പേരൊക്കെ ആബ്സെന്റ് ആകാറുണ്ട്. കൂട്ടത്തോടെ തന്നെ ആ കല്യാണത്തിന് പോകുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഡിസിപ്ലിൻ കാര്യത്തിലൊക്കെ കുറച്ച് ബാക്കിലാണ് അവർ. യൂണിഫോം ആയിരുന്നാലും അങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും പറഞ്ഞു കൊടുത്താലും കുറച്ച് അവർ പിന്നോക്കം തന്നെയാണ്. അത് നമ്മൾ അധ്യാപകർ അത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികളെ ബാധിക്കുന്നത് ചൂട് കൂടുമ്പോൾ കുട്ടികൾ ക്ലാസ്സുകളിൽ അവിടെ നിന്ന് ചൂടാകുമ്പോൾ ക്ലാസ്സുകളിൽ അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരത് അടങ്ങി ഇരിക്കാനായിട്ടുള്ള കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ ബഹളം ഉണ്ടാക്കാനായിരിക്കും കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്. എന്നാൽ അവർ ചൂട് കൂടുന്നതിനനുസരിച്ച് അവർ കളിക്കാനും കൂടുതൽ താല്പര്യപ്പെടും. നമ്മൾ പറയും കളിക്കുമ്പോൾ കൂടുതൽ ചൂടാവും, അവർ കളിക്കും. എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അവർ കളിക്കുന്നത്. അവർക്ക് അതിന്റെ ഒരു ബഹളവും ചൂടും ഒക്കെ അങ്ങനെയാണ് അവർ കളിക്കാനാണ് അടങ്ങിയിരിക്കുന്നില്ല. പിന്നെ വീടുകളിൽ എനിക്ക് കടപ്പുറമാണ് അവര് വൈകുന്നേരങ്ങളിലെ രാത്രി കടപ്പുറം ഇപ്പം തീരെ ശോഷണമായതുകൊണ്ട് തന്നെ കടപ്പുറം ഇല്ലെങ്കിലും അവർ കടൽ തീരത്തുള്ള കുട്ടികൾ വൈകുന്നേരങ്ങളിലും രാത്രി വരെയും ചിലപ്പോൾ കടൽ തീരങ്ങളിൽ സമയം ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് സമയങ്ങളിൽ അവിടെ സമയം ചെലവഴിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കുട്ടികളും കടലും എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ കടലായിരിക്കും. അവർ നേരെ പോകുന്നത്, അവർക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതുവഴി പോകുമ്പോൾ ആ കടൽ തീരത്ത് നിന്ന് ഈ കൊച്ചു കുട്ടികൾ, നമ്മുടെ സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള കുട്ടികളാണ്, ആ കുട്ടികൾ തന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നതാണ്. നമുക്ക് ആ കടൽ തീരത്ത് വളരെ കുറച്ച് തീരങ്ങൾ അവിടെ കല്ലടുക്കി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് അവർ കളിക്കുന്നത്. എനിക്ക് അവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ആ കടൽ തീരമാണ്. അവരുടെ ലൈഫ്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആ കടലും കടൽ തീരവുമാണ് അവർക്ക് പ്രധാനം. അത് തന്നെയാണ് അതിൻ്റെ ഇത്. പിന്നെ അവർക്ക് അവിടെ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയായിരിക്കും. എല്ലാ ദിവസവും അവർക്ക് മീൻ കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, മീൻ കിട്ടിയാൽ തന്നെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പോലെ ആ പൈസ സമ്പാദിച്ച് സൂക്ഷിക്കണമെന്നോ സ്വരൂപിക്കണമെന്നോ ഉള്ള ഒരു ചിന്തയൊന്നും അവർക്കില്ല. അവർ കിട്ടുന്ന അപ്പം തന്നെ അങ്ങനെ അടിപൊളിയായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മറ്റ് എന്തെങ്കിലും അവർക്ക് കുട്ടികൾക്ക്
നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് ഫീസ് ഒന്നുമില്ല, മറ്റിതൊന്നുമില്ല. എങ്കിൽ പോലും എന്തെങ്കിലും മറ്റാവശ്യങ്ങൾക്കായിട്ടാൽ പോലും അവർക്ക് പൈസ എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര താമസമായിരിക്കും. കിട്ടിയാൽ തരാം എന്നുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇപ്പം വാൻ ഫീസ് എന്തെങ്കിലും നമ്മൾ ഈടാക്കുകയാണെങ്കിൽ അത് എല്ലാവരും കറക്റ്റായിട്ട് തരണമെന്നില്ല, പകുതി നമുക്കത് കിട്ടാതെ വരും. അങ്ങനത്തെ ഒരു സാമ്പത്തികം അവർ കളക്ട് ചെയ്യാൻ കുറച്ച് പിന്നോക്കത്തിലാണ്. അത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. പിന്നെ കുടുംബാന്തരീക്ഷം, കൂടുതലും ലഹരി ഉപയോഗിക്കുന്ന നമ്മൾ മത്സ്യത്തൊഴിലാളി ഒരു ഭാഗം തന്നെ മദ്യപാനം അതൊരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടികളുടെ പഠനത്തേക്ക് വളരെ കുറച്ച് പേരുടെ ഈ നമ്മുടെ സ്കൂളിൽ എല്ലാ കുട്ടികളും മിടുക്കരെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മാക്സിമം എല്ലാ പേരും എഴുത്തും വായനയും ചതസ്ക്രിയകളും മനസ്സിലാക്കി വിടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാ കുട്ടികളും മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടെങ്കിലും ഈ 4ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവർക്ക് വേണ്ടുന്ന പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടാതെ വരും. ലഹരി വരുമ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടാകുന്നു. പിന്നെ കുറെ കുട്ടികൾ പാരന്റ്സ് തന്നെ മാറി, ഭാര്യയും ഭർത്താവും തമ്മിൽ മാറി താമസിക്കുന്നവർ, അതൊക്കെ കുട്ടികളുടെ പഠനത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഞങ്ങൾ കുട്ടികളെ ഏകാന്തമായിട്ടിരിക്കുമ്പോഴും പഠന പ്രവർത്തനങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പിന്നീട് എന്തെങ്കിലും വിമുഖത കാണിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ ഇങ്ങനെ പറയും. നമ്മൾ പിന്നെ പാരന്റ്സിനെ വിളിച്ച് അന്വേഷിക്കുക എന്താണ് പ്രശ്നം എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്.